ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലിക്കറിംഗ് ഫ്രെയിംസ്. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ ശക്തൻ പാലസിലാണ്. നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 2 വർഷമായി ശക്തൻ തമ്പുരാൻ കൊട്ടാരം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഈയിടയ്ക്കാണ് സന്ദർശകർക്കായി തുറന്നുകൊടുത്തത്. ഇനി നമുക്ക് പാലസിലെ വിശേഷങ്ങൾ കാണാം. പ്രവേശന കവാടത്തിന്റെ സൈഡിൽ തന്നെ സന്ദർശകർക്കുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ബോർഡ് വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് റേറ്റ് വരുന്നത് കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 35 രൂപയും കൂടാതെ മൊബൈൽ ക്യാമറയ്ക്ക് 10 രൂപയുമാണ്. ഇവിടുത്തെ പ്രവർത്തന സമയം 9:30 മുതൽ 1 വരെയും 2 മുതൽ 4:30 വരെയുമാണ്. തിങ്കളാഴ്ച ഒഴികെ എല്ലാ ദിവസവും പാലസിൽ സന്ദർശകർക്ക് പ്രവേശനമുണ്ട്. ഒരു കൊട്ടാരത്തിന്റെ എല്ലാ പ്രൗഢിയോടും കൂടെ തലയുയർത്തി നിൽക്കുന്ന ഈ കൊട്ടാരം പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിലാണ്. 2005 ഈ കൊട്ടാരം മ്യൂസിയമാക്കി മാറ്റി. കൊട്ടാരത്തിലേക്ക് പോകുന്ന കല്ല് പതിച്ച വഴിയുടെ ഇരുവശങ്ങളിലുമായി പുല്ല് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ പീരങ്കി നമുക്ക് കാണാം. ഏറെ ചരിത്ര പ്രാധാന്യമുള്ളതാണ് ഈ കൊട്ടാരം. ഇതിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ശക്തൻ തമ്പുരാൻ കൊട്ടാരം ഒരു കാലത്ത് കൊച്ചി ഭരിച്ചിരുന്ന പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ വകയായിരുന്നു. കൊച്ചി ഭരിച്ചിരുന്ന രാജാവ് രാമവർമ്മ ശക്തൻ തമ്പുരാന്റെ അധികാര കേന്ദ്രമായിരുന്നു ഇത്. വടക്കേച്ചിറ കോവിലകം എന്നറിയപ്പെട്ടിരുന്ന ശക്തൻ തമ്പുരാൻ കൊട്ടാരം ഇന്നത്തെ രീതിയിൽ പുതുക്കി പണിതത് രാമവർമ്മ ശക്തൻ തമ്പുരാനാണ്. AD 1790-നും 1805-നും ഇടയിൽ കൊച്ചി ഭരിച്ചിരുന്ന രാജാവ് രാമവർമ്മ ശക്തൻ തമ്പുരാന്റെ അധികാര കേന്ദ്രമായിരുന്നു ഇത്. കൊച്ചി രാജവംശത്തിന്റെ സുവർണ കാലഘട്ടമായി അദ്ദേഹത്തിന്റെ ഭരണം കണക്കാക്കപ്പെടുന്നു. തൃശ്ശൂരിലെ വടക്കുന്നാഥൻ ക്ഷേത്രത്തിനടുത്താണ് ഈ കൊട്ടാരം. തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത് ശക്തൻ തമ്പുരാനാണ്. കേരള ഡച്ച് ശൈലിയിലാണ് ഈ കൊട്ടാരത്തിന്റെ നിർമ്മാണം. ഉയർന്ന മേൽക്കൂരകൾ, അധികം കട്ടിയുള്ള ചുവരുകൾ എല്ലാം ഈ കൊട്ടാരത്തിന്റെ പ്രത്യേകതയാണ്. കൊട്ടാരത്തിന്റെ ചുറ്റും നടന്ന് കാഴ്ചകൾ കാണാവുന്നതാണ്. ഫോട്ടോ എടുക്കാനും വിശ്രമിക്കാനുമുള്ള സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. കൊട്ടാരത്തിന്റെ പ്രധാന വാതിൽ കടന്നകത്ത് കയറുമ്പോൾ ബ്രിട്ടീഷുകാർ തമ്പുരാന് കൊടുത്ത പല്ലക്ക് കാണാം. ഓരോ വസ്തുവിനും അതിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള വിവരണവും ഇംഗ്ലീഷിലും മലയാളത്തിലുമായി കൊടുത്തിട്ടുണ്ട്. ശക്തൻ കൊട്ടാരത്തെ പറ്റിയുള്ള ചെറിയ വിവരണവും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൊട്ടാരത്തിനുള്ളിൽ വീഡിയോഗ്രാഫി അനുവദനീയമല്ല. പുരാതന കാലത്തെയും രാജവംശകാലത്തെയും അനേകം ചരിത്രശേഷിപ്പുകൾ ഇവിടെയുണ്ട്. ഇത് ശരിക്കും നേരിട്ട് കാണേണ്ട ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പരമ്പരാഗത കേരള ശൈലിയിലുള്ള 4 കെട്ടിന്റെ മാതൃകയിലുള്ള നടുമുറ്റവും ഈ കൊട്ടാരത്തിലുണ്ട്. സന്ദർശകർക്ക് അവിടെ ഇറങ്ങാൻ അനുവാദമില്ല. പന്ത്രണ്ടാം നൂറ്റാണ്ടിനും 18-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള വെങ്കല പ്രതിമകൾ കാണാൻ കഴിയുന്ന വെങ്കല ഗാലറി, കൊച്ചിയിലെയും മുൻ പ്രവിശ്യകളിലെയും അയൽരാജ്യങ്ങളിലും പ്രചാരത്തിലുണ്ടായിരുന്ന പുരാതന നാണയങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന നാണയശാസ്ത്ര ഗാലറി, കൊച്ചി രാജവംശത്തിന്റെ ചില നാഴികക്കല്ലുകളെ ചിത്രീകരിക്കുന്ന ചരിത്ര ഗാലറി, പുരാതന രചനകളുടെ ഉത്ഭവവും പരിണാമവും പ്രദർശിപ്പിക്കുന്ന എപ്പിഗ്രഫി ഗാലറി എന്നിവ മ്യൂസിയത്തിൽ നമുക്ക് കാണാം. കൂടാതെ അക്കാലത്ത് കൊച്ചി ഭരിച്ചിരുന്ന തമ്പുരാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് കൊച്ചി രാജ്യത്തിന്റെ തമ്പുരാക്കന്മാരുടെ ഏറ്റവും തിളക്കമേറിയ രാജാവായിരുന്ന ശക്തൻ തമ്പുരാന്റെ എണ്ണച്ചായ ചിത്രവും പല്ലക്ക്, കട്ടിൽ, രാജകീയ ഇരിപ്പിടങ്ങൾ എന്നിവയും ഇവിടെയുണ്ട്. കൊച്ചി രാജ്യചരിത്രത്തിൽ ശക്തൻ തമ്പുരാന്റെ സ്ഥാനം തിരുവിതാംകൂർ രാജ്യത്ത് മാർത്താണ്ഡവർമ്മ എന്ന പോലെയാണ്. കള്ളന്മാരെയും അക്രമികളെയും അദ്ദേഹം ദയയില്ലാതെ അമർച്ച ചെയ്തു. നീതി നടപ്പാക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു വിട്ടുവീഴ്ചയുമില്ലായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ ശക്തൻ തമ്പുരാൻ എന്ന് വിളിച്ചു എന്നാണ് ചരിത്രം. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിലുണ്ടായിരുന്ന തേക്കിൻകാട് വെട്ടിത്തെളിച്ച് മൈതാനമാക്കിയതും അത് നാട്ടുകാർക്ക് സുഗമമായി സഞ്ചരിക്കാൻ യോഗ്യമാക്കിയതും ശക്തൻ തമ്പുരാന്റെ കാലത്താണ്. കൊട്ടാരത്തിന്റെ മറുവശത്തായി മറ്റൊരു കവാടവും നമുക്ക് കാണാം. ഇത് അടച്ചിട്ടിരിക്കുകയാണ്.
ഇടതുഭാഗത്തായി ഒരു പൈതൃക ഉദ്യാനവും ഇവിടെ കാണാം. രാജഭരണ കാലത്തെ സർപ്പക്കാവ്, ചിറ എന്നിവയൊക്കെ ഇവിടെയാണ്. വളരെ ശാന്തമായി ഇരിക്കാൻ പറ്റിയ ഒരിടമാണിത്. നിറയെ മരങ്ങളും പഴയകാലത്തെ ഇരിപ്പിടങ്ങളും പഴയ കിണറും ഒക്കെ ഇവിടെ കാണാം. ചില തദ്ദേശീയ സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും പ്രദർശനത്തിനും സംരക്ഷണത്തിനുമായി സ്ഥാപിച്ചതാണ് ഈ ഉദ്യാനം. കൊട്ടാരത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പുരാവസ്തു ഉദ്യാനത്തിൽ തൃശ്ശൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ശിലായുഗകാലത്തെ ശേഖരമുണ്ട്. ഇവിടെ 3 ശവകുടീരങ്ങളുമുണ്ട്. അതിലൊന്നിലാണ് ശക്തൻ തമ്പുരാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ശക്തൻ തമ്പുരാൻ രോഗബാധിതനായി 1805 സെപ്റ്റംബർ 26 തൃശ്ശൂർ നഗരത്തിൽ വെച്ച് മരിച്ചു. ഇവിടെയാണ് അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്നത്. ഇതാണ് വടക്കേ ചിറ. പണ്ട് രാജകൊട്ടാരത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ചിറയാണ്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാഴ്ചകൾ കാണാൻ വളരെ രസമാണ്. ഈ കാണുന്നതാണ് പണ്ടുകാലത്തെ കുളപ്പുര. പക്ഷെ അവിടെ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. കോട്ടയുടെ രീതിയിലുള്ളൊരു നിർമ്മിതി അവിടെ കാണാം. പക്ഷെ അത് എന്തിനാണെന്നതിനെക്കുറിച്ച് അറിയില്ല. ഒന്നാലോചിച്ചാൽ ഈ നിർമ്മിതികളൊക്കെ രാജഭരണകാലത്തെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. ഇത്രയും ടെക്നോളജി ഉള്ള ഈ കാലഘട്ടത്തിൽ നിന്ന് പഴയ കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാം ഒരു അത്ഭുതമാണ്. അവസരം കിട്ടിയാൽ തീർച്ചയായും കാണേണ്ട ഒന്ന് തന്നെയാണ് ഈ പാലസും ഉദ്യാനവുമൊക്കെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.